ഇന്ന് നമുക്കൊരു പൊട്ടാറ്റോ സ്റ്റൂ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. നാട്ടിലെ ചെറിയ ഉള്ളിയില്ലേ, ഇവിടെ അതിന് കുറച്ച് വലിപ്പം കൂടുതലാണ്. വളരെ ചെറുതാക്കണ്ട, ഇത് കണക്ക് ആക്കിയിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടാൽ മതി. ഇതിലോട്ട് ഇടാൻ ഒരു 3-4 വെളുത്തുള്ളി, ഇനി എടുത്തിരിക്കുന്ന ഇഞ്ചി. 4 പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് റെഡിയാക്കി പീസസുകളാക്കി വെച്ചിരിക്കുകയാണ്. പൊട്ടാറ്റോ സ്റ്റൂ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായപ്പോഴത്തേക്ക് കടുകും ജീരകവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കടുകും ജീരകവും പൊട്ടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് അതിൽ കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് ഇതൊന്ന് അടച്ച് വെച്ചിരിക്കാം. ഇനി ഒന്ന് നോക്കാം. ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് വാടിയെല്ലാം ഒന്ന് വന്നിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂണിൻ്റെ അളവിൽ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഉള്ളിയെല്ലാം ഒന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയാണ് സോൾട്ട് ആഡ് ചെയ്തത്. ഇപ്പോൾ പൊട്ടാറ്റോ ഇട്ട് കൂടെ വേണമല്ലോ. ഇനി ഇതിൽ ലേശം ചൂടുവെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അടച്ച് വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇതിൽ ഗരം മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ഉണ്ടെങ്കിൽ കുരുമുളകിൻ്റെ ആവശ്യമില്ല, നല്ലോണം പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് കിഴങ്ങൊന്ന് വെന്താന്ന് നോക്കാം. നല്ല കിഴങ്ങെല്ലാം പുട്ടുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഉപ്പും മുളകും എല്ലാം ഒന്നാണ് ചെക്ക് ചെയ്യാൻ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ലേശം ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൽ അടുത്തായിട്ട് ഞാൻ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. സ്റ്റൂവിന് ഏറ്റവും അത്യാവശ്യം തേങ്ങാപ്പാലാണ്. നമുക്ക് കുറച്ച് നമ്മൾ എത്രയാണ് കറി വയ്ക്കുന്നത് അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെക്കുന്നത് സ്റ്റൂ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അടച്ച് വയ്ക്കുകയാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. സ്റ്റൂ ഒന്ന് നോക്കാം. അടിപൊളിയല്ലേ? ഇനി അടുത്ത നല്ലൊരു ഡിഷുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.